നമസ്കാരം. നിയമലംഘനങ്ങൾക്ക് കഠിനമായ ശിക്ഷ എന്ന ഉദ്ദേശത്തിലാണ് വധശിക്ഷ ഓരോ രാജ്യങ്ങളിലും നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങളുടെ കാഠിന്യം കൂടി മനസ്സിലാക്കിയാണ് ശിക്ഷ വിധിക്കുന്നത്. ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അത് വ്യത്യസ്തമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കഴുത്തറക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാരീതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ തൂക്കിക്കൊല, വെടിവെച്ച് കൊല്ലൽ, ശിരച്ഛേദം, വിഷം കുത്തിവെക്കൽ എന്നീ മാർഗങ്ങളാണ് വിവിധ രാജ്യങ്ങൾ വധശിക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധേയരായവരുടെ വികൃതമാക്കപ്പെട്ട ശരീരങ്ങൾ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന രീതി ചില രാജ്യങ്ങളിൽ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും വധശിക്ഷയ്ക്കെതിരെ ചിന്തിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. പല മനുഷ്യാവകാശ സംഘടനകളും അത്തരത്തിൽ രംഗത്തെത്തിയിരുന്നു. ലോകത്ത് 56 രാജ്യങ്ങളിൽ വധശിക്ഷ ഇപ്പോഴും നിലവിലുണ്ട്. 111 രാജ്യങ്ങൾ പൂർണ്ണമായും നിരോധിച്ചു. 7 രാജ്യങ്ങൾ യുദ്ധക്കുറ്റങ്ങൾക്ക് മാത്രമാണ് വധശിക്ഷ നൽകുന്നത്. 24 രാജ്യങ്ങൾ വധശിക്ഷ നിരോധിച്ചിട്ടില്ലെങ്കിലും നടപ്പാക്കാറില്ല. മയക്കുമരുന്ന് കേസിൽ കുടുങ്ങി 4 കാനഡക്കാർക്ക് ചൈനയിൽ വധശിക്ഷ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. മയക്കുമരുന്ന് കേസിൽ 4 കനേഡിയൻ പൗരന്മാരെ ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായിട്ടായിരുന്നു വാർത്തകൾ. കാനഡ സർക്കാർ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. വധിക്കപ്പെട്ട 4 പേരും ഇരട്ട പൗരത്വമുള്ളവരാണെന്നും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും കാനഡ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു. അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ശക്തവും മതിയായതുമായ തെളിവുകൾ ഉണ്ടെന്നും നിയമപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് കാനഡ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തുകയാണെന്നും ചൈന ആരോപിച്ചു. കനേഡിയൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട ഈ കേസ് മാസങ്ങളായി തങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെന്നും മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മെലാനി ജോളി പറഞ്ഞു. മയക്കുമരുന്ന്, അഴിമതി, ചാരവൃത്തി എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കാണ് ചൈനയിൽ വധശിക്ഷ വിധിക്കുന്നത്. അതേസമയം ചൈനയിൽ വധശിക്ഷകളുടെ എണ്ണം രഹസ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വധശിക്ഷ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈനയെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ സംഭവത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. 2023 മാത്രം ആയിരക്കണക്കിന് ആളുകളെയാണ് ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്ന് സംഘടന കുറ്റപ്പെടുത്തി. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നും സംഘടന വ്യക്തമാക്കി. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കാനഡയിലെ പ്രതിനിധി കെറ്റിനീവിയ ബെൻസി ചൂണ്ടിക്കാട്ടി. ചൈനയിൽ ഓരോ വർഷവും നിരവധി പേരെയാണ് ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വാർത്തകളും പുറത്തു വരാറില്ല. എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ചൈനയുടെ രീതി എന്നതുകൊണ്ടാണ് ഇതൊന്നും ലോകം അറിയാതെ പോകുന്നത്. പരമ്പരാഗതമായി വെടിവെച്ച് കൊല്ലുന്നതാണ് ചൈനയിലെ വധശിക്ഷ രീതിയെങ്കിലും കുറേ നാളായി വിഷം കുത്തിവെച്ച് കൊല്ലുന്നതും ഇവരുടെ രീതിയാണ്. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായി കാനഡ വിദേശകാര്യമന്ത്രി മെലാനി ജോളി വ്യക്തമാക്കി. വ്യക്തിപരമായി തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നും കൊല്ലപ്പെട്ടവരെല്ലാം ഇരട്ട പൗരത്വമുള്ളവർ ആയിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. വധിക്കപ്പെട്ട 4 പേരുടെയും വ്യക്തിപരമായ വിശദാംശങ്ങൾ പുറത്തുവിടില്ലെന്നും മെലാനി ജോളി അറിയിച്ചു. മാധ്യമങ്ങളോട് അവരുടെ സ്വകാര്യത പുറത്തുവിടരുതെന്നും കാനഡ സർക്കാർ അഭ്യർത്ഥിച്ചു. അതേസമയം മയക്കുമരുന്ന് കള്ളക്കടത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കാനഡക്കാരനായ റോബർട്ട് ഷെല്ലൻബർഗിന് വേണ്ടി കാനഡ സർക്കാർ ദയാഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് ഇപ്പോൾ വിധേയരായവരുടെ പട്ടികയിൽ ഷെല്ലൻബർഗിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല. കാനഡയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിലവിൽ 100ഓളം കാനഡ പൗരന്മാർ ഇപ്പോൾ ചൈനയിലെ വിവിധ ജയിലുകളിൽ കഴിയുകയാണ്. ഇവരിൽ പലരും മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടവരാണ്. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും തങ്ങൾ കഠിനമായ ശിക്ഷയാണ് നൽകുന്നതെന്നാണ് ചൈനയുടെ ന്യായീകരണം. കാനഡ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തരുതെന്നും ചൈന ആവശ്യപ്പെടുന്നു. 2007 മുതൽ ഓരോ വർഷവും ചൈനയിൽ 8000 പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു എന്നാണ് കണക്ക്.